ഡിയേഴ്സ്, ബയോളജിയിലെ പുതിയ SSCRT രോഗങ്ങളും രോഗകാരികളിലെ കുറച്ച് ഭാഗം നോക്കാം. ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് പോയിട്ട് പ്രയോജനം. അപ്പോൾ രോഗങ്ങളും രോഗകാരികളിലെ ചെറിയൊരു ഭാഗമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫംഗസ് രോഗങ്ങളായ റിംഗ് വേം, കാൻഡിയാസിസിന്റെ വ്യാപന രീതിയും അതിന്റെ ലക്ഷണങ്ങൾ കാണിക്കുന്ന ഒരു പട്ടികയുമാണ്. അപ്പൊ റിംഗ് വേം അല്ലെ, അതെന്താ ഫംഗസ് രോഗമാണ്. അതുപോലെ കാൻഡിയാസിസും പകർച്ച രീതി ഇവിടെ തന്നിട്ടുണ്ട്. രോഗബാധിതരിൽ നിന്നും സ്പർശന സമ്പർക്കം വഴിയും മലിനമായ വസ്തുക്കളിൽ നിന്നും മൃഗങ്ങളിൽ നിന്നും അല്ലെ. ലക്ഷണങ്ങൾ എന്താ? വൃത്താകൃതിയിലുള്ള ചുവന്ന പാടുകളും ചൊറിച്ചിൽ, ഇതൊക്കെയാണ് റിംഗ് വേമിന്റെ ലക്ഷണം. ഇനി കാൻഡിയാസിസ് എന്ന ഫംഗസ് രോഗമോ നേരിട്ടുള്ള സമ്പർക്കം, ലൈംഗിക ബന്ധം, വസ്ത്രങ്ങൾ പങ്കിടുന്നതിലൂടെ. അതിന്റെ ലക്ഷണങ്ങൾ വായില് വെളുത്ത പാടുകളും ചൊറിച്ചില്, മങ്ങിയ കട്ടിയുള്ള നഖങ്ങള്. ഇനി അതുപോലെ പ്രോട്ടോസോവ രോഗങ്ങളായ മലമ്പനിയും അമീബിക് മസ്തിഷ്ക ജ്വരത്തെ കുറിച്ചിട്ടും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. രോഗാണു, മലമ്പനിക്ക് കാരണമായ രോഗാണു ഏതാണ്? പ്ലാസ്മോഡിയം ആണ് കേട്ടോ. അമീബിക് മസ്തിഷ്ക ജ്വരത്തിനോ നൈഗ്ലേരിയ ഫൗലേറി. മറക്കരുത് കേട്ടോ, ഈ അടുത്ത് നടന്ന എല്ലാ ക്വസ്റ്റ്യനും ഈ ചോദ്യങ്ങൾ വന്നതാണ്. അപ്പൊ നമുക്കിവിടെ പ്രോട്ടോസോവ രോഗങ്ങളായ മലമ്പനിയെ കുറിച്ചിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? മലമ്പനി അല്ലെങ്കിൽ മലേറിയ അല്ലെ. അപ്പൊ അതിന്റെ രോഗാണു ഏതാണ്? പ്ലാസ്മോഡിയം ആണ്. അനോഫിലസ് പെൺകൊതുകുകൾ വഴിയാണ് പെരുകുന്നത്. ചുവന്ന രക്താണുക്കളെ അല്ലെ, രക്തകോശങ്ങളെ RBC ആണ് നശിപ്പിക്കുന്നത്. അനോഫിലസ് പെൺകൊതുക് കേട്ടോ. ഇടവിട്ടുള്ള പനി, കുളിര്, വിറയല്, തലവേദന, ഛർദി, പേശിവേദന, ശരീരവേദന, ക്ഷീണം അല്ലെ. പിന്നെ പ്രതിരോധം, ചികിത്സ എന്താ? കൊതുക് നിയന്ത്രണവും അതുപോലെ തന്നെ ആന്റിലേറിയൻ മരുന്നുകളും. ഇനി ഇവിടെ അമീബിക് മസ്തിഷ്ക ജ്വരം ഈ അടുത്ത PS എക്സാമിനൊക്കെ ചോദിച്ച ചോദ്യമാണ്. നൈഗ്ലേരിയ ഫൗലേറി എന്ന രോഗകാരിയാണ് ഈ അസുഖത്തിന് കാരണം. ത്രൂ എന്താണ് പറയുന്നത്? ത്രൂ എൻറ്ററിങ് കണ്ടാമിനേറ്റഡ് വാട്ടർ ഇൻടു നോസ് ആൻഡ് പെതോജൻസ് റീച്ച് ബ്രെയിൻ അല്ലെ. കെട്ടിക്കിടക്കുന്നതോ അതുപോലെ തന്നെ ശുദ്ധമല്ലാത്തതുമായിട്ടുള്ള ജലാശയങ്ങളിൽ കളിക്കുക, മുഖം കഴുകുന്നതൊക്കെ ഒഴിവാക്കണം. നമുക്കറിയാം, മൂക്കിലൂടെയും വെള്ളം കുടിച്ച് അത് ബ്രെയിനിലേക്ക് കയറുന്ന ഒരു ബാക്ടീരിയ ഒരുപാട് ജീവൻ എടുത്തതാണ് അല്ലെ അമീബിക് മസ്തിഷ്ക ജ്വരം. നൈഗ്ലേരിയ ഫൗലേറി ആണ് കേട്ടോ, മറക്കരുത്. അപ്പോ എന്താണ്? അപ്പൊ ഇതിന്റെ മുഴുവൻ ക്ലാസ്സും എന്താണ്? രോഗങ്ങളും രോഗകാരികളും അതുപോലെ അതിൽ തന്നെ മനുഷ്യൻ്റെതുണ്ട്, ജന്തുക്കളുടേതുണ്ട്, സസ്യങ്ങളിൽ വരുന്നത് എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പുതിയ SSCRT അതിലുള്ള പ്രവർത്തനങ്ങൾ എല്ലാം അടങ്ങിയിട്ടുള്ള ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട്. സയൻസിൽ നിന്ന് മുഴുവൻ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നിങ്ങൾ ആ ക്ലാസ് കണ്ടിട്ട് പ്രയോജനപ്പെടുത്തുക. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, താഴെ കമന്റ് ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും നന്ദി.